ഹലോ കിസാൻ്റെ ബ്ലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രം കനാകുന്നിൽ വെച്ച് നടക്കുന്ന മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. മാതൃഭൂമി ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ആപ്പിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന കൗണ്ടറിൽ ചെന്ന് നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. പിന്നെ ഇതേപോലെ നമുക്കിവിടെ മാപ്പ് കാണാം. അഥവാ പോകാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, അവിടെ അടുത്ത് ചോദിച്ചാലും മതി. ഏതൊക്കെ പ്രോഗ്രാം ഏതൊക്കെ സമയത്താണെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാം. പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാനും മോരും വെള്ളം കുടിക്കാനൊക്കെ നമുക്ക് ഇതേപോലെ കൗണ്ടേഴ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇത് വന്നിട്ട് മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് വന്നിട്ട് ഇത് 7ാമത്തെ എഡീഷനാണ് 2026 നടക്കുന്നത്. ഇതിന് ഇനോഗ്രേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ മോഹൻലാൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അകത്ത് ടിക്കറ്റ് എടുക്കേണ്ട റേറ്റ് വന്നിട്ട് ഒരാൾക്കാണെങ്കിൽ 425 രൂപയും 4 ദിവസത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 1400 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. പിന്നെ മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ ഇഷ്ടം പോലെ നമുക്ക് ബുക്സും പിന്നെ നോവൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ബുക്സ് വാങ്ങിക്കുമ്പോൾ അവിടുത്തെ ആ ഒരു നോവൽ എഴുതിയ ആളെയൊക്കെ നമുക്ക് കാണാം. അവരിൽ നിന്ന് നമുക്ക് ബുക്കിൽ സിഗ്നേച്ചറൊക്കെ എഴുതി വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങളും കൂടെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 2026 സാക്ഷ്യം വഹിക്കാനായി എത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഈ മഹാപ്രതിഭയെ ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അദ്ദേഹത്തിന് ആ വീഡിയോന്റെ ഒച്ചയില്ലാത്തൊരു വലിയ കയ്യടി കൊടുത്തു. എല്ലാ വിശേഷണങ്ങൾക്കും അപ്പുറത്തുള്ള ശ്രീ മോഹൻലാലിനെ, നമ്മുടെ ലാലേട്ടനെ ഈ അക്ഷരോത്സവത്തിന്റെ 7ാമത് എഡിഷൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം മിസ്റ്റർ യൂസഫ് അലി MA, ശ്രീമതി KR മീര, മിസ്റ്റർ യൂനസ് ഉഷ, മിസ് മയൂര, ഡോക്ടർ വേണു എന്ന നിമിഷങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. മലയാളി മനസ്സിന്റെ എല്ലാ ഋതുക്കൾക്കും ഒരു നായകനെയുള്ളൂ. നമുക്ക് പ്രണയിക്കാനും വിഷാദിക്കാനും രോഷം കൊള്ളാനും സന്തോഷിക്കാനും ആടാനും പാടാനും കഴിഞ്ഞ 1/2 നൂറ്റാണ്ടായി അദ്ദേഹം നമ്മുടെ കൂടെ വന്നു. ഈ മഹാപ്രതിഭയുടെ സാന്നിധ്യം MVIFLനെ കൂടുതൽ മനോഹരവും മഹത്തരവുമാക്കുന്നു. പത്മശ്രീയും പത്മഭൂഷണും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും നൽകി രാജ്യം ആദരിച്ച ആ മഹാപ്രതിഭ ശ്രീ മോഹൻലാൽ. ഒരേ പുഴയിൽ 2 വട്ടം കുളിക്കാറില്ല. എന്തെന്നാൽ പുഴ ഒഴുകുകയാണ്. മോഹൻലാൽ ഒരു പുഴയാണ്. മലയാളിയുടെ മനസ്സിനെ നനച്ച് ഒഴുകുന്ന പുഴ. വില്ലനായാണ് കട്ടത് നമ്മുടെ മനസ്സാണ്. വെണ്ണ കണ്ട കമ്മനെ പോലെ മണ്ണു വായിക്കുന്നതറിയാൻ അന്നും അമ്മമാർ ആ വായ തുറന്നു നോക്കി. അപ്പോഴൊക്കെ കണ്ടു 14 ലോകങ്ങൾ പകർന്നാടിയ വേഷങ്ങൾ. ഒരിക്കലും സ്വയം അനുകരിക്കാത്ത ഒഴുക്ക്. ഈ നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ വാക്കുകൾ കേൾക്കാനാണ്. അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ 7ാമത് എഡിഷൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ അക്ഷരോത്സവത്തിൻ്റെ ചെയർമാനായ ശ്രീ ശ്രീകുമാർ, മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററും അക്ഷരോത്സവത്തിൻ്റെ പീഠനുമായ ശ്രീ ഈ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞ മാതൃഭൂമി ഡയറക്ടർ ഡിജിറ്റൽ ബിസിനസ് അക്ഷരോത്സവത്തിൻ്റെ ഡയറക്ടറുമായ MS മയൂര, അക്ഷരോത്സവത്തിൻ്റെ ഡയറക്ടറും ക്യൂറേറ്ററും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വേണു, മുഖ്യാതിഥി ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സ്വിസ് എഴുത്തുകാരൻ യോനാസ് ഉഷ, ഈ സമ്മേളനത്തിന് നന്ദി പറയുന്ന മാതൃഭൂമി ഡയറക്ടർ ഓപ്പറേഷൻസ് ഫെസ്റ്റിവൽ ഡയറക്ടറുമായ MS ദേവിക, സദസ്സിൽ എന്നെ കേൾക്കുന്ന വിവിധ ദേശങ്ങളിലെ എഴുത്തുകാരെയും ചിന്തകരെയും എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട ഇരുപെടുത്തുകാരെ, എല്ലാവർക്കും സുപ്രഭാതം. ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഞാനിന്ന് നടത്തുന്നത്. കാരണം
ഇവിടെ എന്നെ കേൾക്കുന്നത് ഒരു സാധാരണ സദസ്സല്ല. ഞാൻ അഭിനയിച്ച അഗ്നിദേവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് രചിച്ച ഒരു ഗാനത്തിലെ ഇതുപോലെ അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേക്ക് അഗ്നിയിൽ സ്ഫുടം ചെയ്ത മനസ്സാണ് ശ്രമിക്കുന്നത്. ലോകത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും വിവിധ പ്രതിഭകളുമാണ് മുന്നിൽ. ഈ മഹത് സദസ്സിന് മുന്നിൽ എൻ്റെ വാക്കുകൾ പിഴക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. മാതൃഭൂമിയുടെ അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അർഹത എന്താണ് എന്ന് ഞാൻ സ്വയം ചോദിച്ചു. 100 വർഷത്തെ മലയാള ഭാഷയിലുണ്ടായ നോവലുകളിലെ 10 കഥാപാത്രങ്ങളെ കഥയാട്ടം എന്ന പേരിൽ വേദിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ഇന്ത്യയിലെ സൂര്യൻ നമ്പൂതിരി മുതൽ 2-ാം ഊഴത്തിലെ ദീപം വരെ വെറുമൊരു അഭിനേതാവായ എനിക്ക് മലയാള ഭാഷ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ കഥാപാത്രങ്ങളെയും അതേ സൃഷ്ടിച്ച എഴുത്തുകാരും ഞാൻ അടക്കമുള്ള ധാരാളം മലയാളികൾ രാവിലെ കണി കണ്ടുകൊണ്ടിരുന്ന 4 അക്ഷരമാണ് മാതൃഭൂമി. ഒരു നൂറ്റാണ്ടിന് മുമ്പേ പ്രകാശിച്ച മാതൃഭൂമി എന്ന അക്ഷരങ്ങളിൽ ഇപ്പോഴും ക്ഷയിക്കാത്ത ചരിത്രമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മാതൃഭൂമി മലയാളികളുടെ ഒരു പത്രം മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹത്തോടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പിറന്ന ഈ പ്രസ്ഥാനം കഴിഞ്ഞ 103 വർഷങ്ങളായി കേരള ജീവിത സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ നാടിൻ്റെ ഭൗതികവും സാംസ്കാരികവും ആത്മീയവുമായ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മാതൃഭൂമിയുടെ സാന്നിധ്യവും അക്ഷര മുദ്രകളുമുണ്ട്. അതുകൊണ്ട് തന്നെ മാതൃഭൂമി എന്നാൽ സത്യവും വിശ്വാസതയുമാണ്, മായക്കരാത്ത അക്ഷരങ്ങളാണ്. മലയാളിയോട് വളരെ ഉത്തരവാദിത്വമുണ്ട് എന്ന തിരിച്ചറിവിൽ ഇനി നൂറ്റാണ്ടുകളുടെ പുറത്തേക്ക് സഞ്ചരിക്കാൻ മാതൃഭൂമിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളായ പി. കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിതയിലെ ഈ 4 വരികൾ എപ്പോഴും ഞാൻ കേൾക്കുകയും ചൊല്ലുകയും ചെയ്യാറുള്ളത്. ഈ വരികളിലെ പ്രപഞ്ച ദർശനമാണ് എന്നെ ആകർഷിച്ചത്. മനുഷ്യൻ്റെ മഹത്തായ സർഗപ്രതിഭയെ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും 4 നല്ല ദിവസങ്ങൾ, ഉത്സവ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ കവിതയുടെ വരികൾ ഞാൻ ചൊല്ലാം. ലോലപിതാംബര ചാതുകൾ പീലിമുടി വനമാലകൾ കർപ്പൂരം പ്രീതി പൊലീമതൻ പൊൻതിടം മഹാ ജ്യോതിസ്വരൂപനെ കാണുന്നതില്ലയോ. നന്ദി, നമസ്കാരം. ഈ വേദിയെ അനശ്വരമാക്കിയ മനോഹരവും അർത്ഥപൂർണവുമായ വാക്കുകൾക്കും കവിതയ്ക്കും നന്ദി ലാലേട്ട. മലയാളിക്ക് and Dr. Venu and P.V. Chandrakar for inviting me to attend the inaugural session of this Mathrubhumi International Festival of Letters. പൊതുവിടത്തിലോ വിദ്യാലയത്തിലോ സമൂഹത്തിൽ ഒന്നുമല്ല പഠിച്ചെടുക്കേണ്ടത്. അത് പഠിച്ചെടുക്കേണ്ടത്, പരിശീലിക്കേണ്ടത്, പ്രയോഗിക്കേണ്ടത് ഒക്കെ waste management issues in the next one. So basically, ഇന്ന് കുറച്ച് ഡിസൈനേഴ്സ് എങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട്, ബിക്കോസ് എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ അല്ലേ, അത് ക്രിയേഷൻ, അണ്ടർസ്റ്റാൻഡ്, ക്രിയേറ്റ് ആൻഡ് ഡെലിവർ ആണ്. അപ്പം ഇന്ന് എന്താണ് വേണ്ടത്, ലോകത്തിന് മാറ്റം എന്താണ് വേണ്ടത് എന്ന് ആലോചിച്ച് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് അവിടെ മാറ്റമുണ്ടാക്കുക എന്നുള്ളതിനാണ് കാര്യം. അതിനോടൊപ്പം ഇത് യൂസ് ചെയ്യുന്ന യൂസേഴ്സ്, അതായത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസും ഒരു കോൺഷ്യസ് ബയേഴ്സായിട്ട് മാറേണ്ട ആ ഒരു മാറ്റം അവരിലും നമ്മൾ ഉണ്ടാക്കണം, ആ അവയർനെസ് കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഫാഷൻ ആണെങ്കിൽ പോലും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പാണ്. അവിടെ അതിലും കൈത്തറിയാണ്, നോട്ട്
പവർ ലൂംസ് അവിടെ കൈത്തറിയാണെന്നുള്ള കാര്യമാണ്. അപ്പം അവിടെ നമ്മൾ ആർട്ടിസൻസിനെയും വീവേഴ്സിനെയും ഒക്കെ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ച് എങ്ങനെ വളരാം എന്നുള്ളൊരു ഒരു ചേഞ്ച്, സോഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആൻഡ് വി വർക്ക് ഫോർ ദ ട്രിപ്പിൾ ബോട്ടം ലൈൻ ഫോർ പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് പ്രോഫിറ്റ്സ്, വിച്ച് ഇസ് ഗ്രോയിങ് ടുഗദർ. ഈ മുട്ടല് തട്ടല് മുതലായ ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അതിൻ്റെ സദാചാര വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ ഇതൊക്കെയാണ് നമ്മുടെ കന്യാകുമാരിയിൽ നടക്കുന്ന മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. ഇത് വന്നിട്ട് ജനുവരി 29, 30, 31, 1 ഈ 4 ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ കന്യാകുമാരിയിൽ നടക്കുന്നത്. അപ്പം എല്ലാവരും മാക്സിമം കന്യാകുമാരിയിലൊക്കെ വരാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ടിക്കറ്റ് എടുത്ത് ഇവിടെ വരാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.